പാകിസ്ഥാൻ നാണം കെട്ടോടിയ ഒരു സാഹചര്യം ഉണ്ടായി. അതായത് ഓപ്പറേഷൻ സിന്ദൂർ, അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുത്തിരുന്നു. അതായത് ബ്ലഡും, അതായത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന്. അതായത് പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം നമ്മളത് തടയും, പാകിസ്ഥാന് വെള്ളം കൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് ഒരു തീരുമാനമെടുത്തു. കാരണം അല്ലെങ്കിൽ അവർ അവിടെ നിന്നുള്ള ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ നടത്തുന്നത് അവർ വിജയകരമായിട്ട് നിർത്തിവെക്കണം. അത് നിർത്തിവെച്ചതായിട്ട് ഇന്ത്യയെ ബോധ്യപ്പെടുത്തണം. അതാണ് ഇന്ത്യ മാത്രമല്ല, അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പം ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF നിന്ന് അവർ ഒരിക്കലും പാകിസ്ഥാന് കിട്ടിക്കൂടാത്തതാണ്. അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് മാത്രം പാകിസ്ഥാന് കോടിക്കണക്കിന് ഡോളർ കിട്ടി. ആ ഡോളർ കിട്ടിയതുകൊണ്ട് മാത്രം അവിടെ പട്ടിണി ഇല്ലാതെ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക. IMF-ലെ സഹായം കൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതല്ല പ്രശ്നം. ഇതൊക്കെയായി. അവിടെ വെള്ളം വേണ്ടേ? വെള്ളം വേണം. ഇപ്പോൾ തൽക്കാലമുള്ള പട്ടിണി ഈ IMF-ലെ ലോൺ, അത് ലോണാണ്, അതുകൊണ്ട് നിന്ന് പഴിക്കാം. പക്ഷേ വെള്ളത്തിനെന്ത് ചെയ്യും? അപ്പോൾ അത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയും അല്ലെങ്കിൽ യുദ്ധം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിയൊക്കെ നോക്കി. ഇന്ത്യയുമായിട്ട് വെള്ളം തടഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം കൊടുത്തില്ലെങ്കിൽ, കൊടുക്കുന്നില്ലല്ലോ, ഇപ്പോൾ കൊടുക്കുന്നില്ല, അത് തടഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെയെന്ന് തടഞ്ഞു പോയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവസാനം അത് ഒരു ഇൻ്റർനാഷണൽ ആർബിട്രേഷന് പോകാൻ എവിടെങ്ങ് തീരുമാനിച്ചു. അതായത് പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം അന്താരാഷ്ട്ര തലത്തിലുണ്ട്. അതായത് PCA എന്നുള്ള ചുരുക്കപ്പേരിൽ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്നാണ്. അത് ഇന്ത്യ പറയുന്നത് അതങ്ങനെ ഒരു സാധനം നിയമപരമായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതല്ല. അവരെന്തെങ്കിലും ഒരു വിധി കൊടുത്താലൊന്നും അത് നമ്മളെയൊന്നും യഥാർത്ഥത്തിൽ ബൈൻഡിങ് അല്ല, നമുക്ക് ബാധിക്കത്തില്ല നമ്മളെ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യക്ക് അതിലുള്ളത്. ഏതായാലും ഒരു കാര്യം ചെയ്തു, പാകിസ്ഥാൻ വലിയ കാര്യത്തെ ഇതുപോലെ ഈ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനെ അങ്ങോട്ട് സമീപിച്ചു കഴിഞ്ഞപ്പോൾ എന്താ സംഭവം എന്നറിയാം? ഏതാണ്ട് ഓരോ പാർട്ടികളും അതിന് കൊടുക്കേണ്ടത് ഏതാണ്ട് 3 കോടി രൂപ വീതം അവിടെ അടയ്ക്കണം. ആർബിട്രേഷൻ്റെ ചിലവ് ഫീസായിട്ട് അടയ്ക്കണം. 3 കോടി സംതിങ് ഉണ്ട്, പുറത്ത് വരും. അത് ഇപ്പം ഒരു പാർട്ടി പോയില്ലെങ്കിലുണ്ടല്ലോ, ആർബിട്രേഷൻ പോയില്ലെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന ഒരു ഹർജിക്കാർ ആരാണെന്ന് വെച്ചാൽ അവർ ഈ എതിർ പാർട്ടിയുടെയും കൂടെ അടയ്ക്കണം, ഫീസ് അടയ്ക്കണം. അങ്ങനെ ഇന്ത്യ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് ഇത് വിശ്വാസമില്ലെന്നും ഇത് ഒരു ജൂറിസ്ഡിക്ഷൻ, അതായത് അധികാരമില്ലാത്ത ഒരു പ്രസ്ഥാനമാണിതെന്നും ഇന്ത്യയുടെ ആ വാദത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്ത്യ ഇതിന് പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അവസാനം എന്താ സംഭവിച്ചത്? 6 കോടിയിൽ ചില്ലുവാനും രൂപ പാകിസ്ഥാൻ താൻ അടയ്ക്കേണ്ടതായിട്ട് വന്നു. ഇനി അതിൻ്റെ കോടതി ചെലവും മറ്റും ഒക്കെ ഭീമമായ തുകയുണ്ട്, അതും അടയ്ക്കണം. ഇന്ത്യ പോകത്തൊന്നുമില്ല, ഇന്ത്യ പോകുന്ന പ്രശ്നവുമില്ല. അപ്പോൾ ആ രീതിയിലായപ്പോഴത്തേക്ക് ഇത്രയും കാശ് കൊടുക്കേണ്ടതായിട്ട് വന്നു. എളിഭ്യരായി നാണം കെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ. കാരണം ഏതാണ്ടങ്ങ് സംഭവിച്ചു പോവും. ഇന്ത്യ ഇപ്പോൾ അങ്ങ് തൂത്ത് റെഡിയാക്കി എടുക്കും, ഇന്ത്യ നശിപ്പിക്കും, പിടിച്ചു വരിക്കും എന്നൊക്കെയായി. അവരുടെ യഥാർത്ഥത്തിൽ ഒരു മന്ത്രിയാണെങ്കിൽ പാകിസ്ഥാനിലെ മന്ത്രി പറഞ്ഞത് എന്തുവാ? ഇന്ത്യ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നാണ്. യുദ്ധം ചെയ്യാനൊന്നും ഇവർ വരികയില്ല. അന്ന് ട്രംപിനെ കൊണ്ട് കാല് പിടിപ്പിച്ച്, അത് രഹസ്യമാണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കാല് പിടിച്ചാണ് ഈ 4-ൻ്റെ അന്ന് ആ യുദ്ധം നിർത്തിയത്. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ? പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഭൂപടത്തിൽ കാണത്തില്ലായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു ഇന്ത്യ ചെയ്യേണ്ടിയിരുന്നത്. ഇതിനെ അങ്ങ് തൂത്തു മാറ്റണമായിരുന്നു. ഇങ്ങനൊരു രാജ്യം വേണ്ട. അവിടുത്തെ ജനങ്ങളെങ്കിലും രക്ഷപ്പെട്ടനെ. നമ്മുടെ ഭരണത്തിൽ പാകിസ്ഥാൻ വന്നിരുന്നെങ്കിൽ, ഇന്ത്യയുടെ ഭാഗമായിട്ട് മാറിയിരുന്നെങ്കിൽ, അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുണ്ടല്ലോ, കഷ്ടപ്പെടുന്നവർ, അവരെങ്കിലും രക്ഷപ്പെട്ടനെ. അവിടെ ഒരൊറ്റ പ്രസ്ഥാനത്തിനേ ഉള്ളൂ വരുമാനമുള്ളത്, അത് മിലിറ്ററിക്കാണ്. കാരണം അവിടെ മിലിറ്ററിയാണ് ഭരിക്കുന്നത്. മിലിറ്ററിക്ക് എല്ലാവിധ കാര്യങ്ങളും ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് അവിടുത്തെ പൊതുജനങ്ങൾക്ക് ഒന്നുമില്ല. അവർക്കെങ്കിലും കിട്ടിപ്പോയാൻ എന്തെങ്കിലും ഒന്നുമില്ല, അവർക്ക് വെള്ളമെങ്കിലും കിട്ടിയേനെ. അപ്പോൾ അതും കൂടി ഇല്ലാതായി. പക്ഷേ അവിടെ
യഥാർത്ഥത്തിൽ ഒരുപാട് അടി നടക്കുകയാണ്. ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഒരുപാടുണ്ട് പാകിസ്ഥാനിൽ. ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ, ആ താലിബാൻ്റെ ഒരു പ്രസ്ഥാനം അഫ്ഗാനിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന പാകിസ്ഥാൻ്റെ പ്രദേശങ്ങളിലെല്ലാം വളരെ അങ്ങ് വലുതായിട്ട് വിരാജിക്കുകയാണ് അവിടെ. മാത്രമല്ല അവിടുത്തെ ബലൂചിസ്ഥാനിലുമൊക്കെ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് യാതൊരു അധികാരമില്ലാതായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ പാകിസ്ഥാൻ പട്ടാളം ആ ഭാഗത്തോട്ട് ചെല്ലാനിടയായാൽ കത്തിച്ചളയവന്മാരെ. അതാണ് കാരണം. അത് ബലൂചിസ്ഥാൻ പ്രവിശ്യയ്ക്ക് സ്വന്തമായിട്ട് പട്ടാളമുണ്ട് ഇപ്പം. അതാണ് ഞാൻ പറഞ്ഞ അവിടെ വിഘടനവാദം എന്ന് പറയുന്നത് പരമകക്ഷയിലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നവരൊന്നുമല്ല. അത്രത്തോളം വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് പാകിസ്ഥാൻ നേരിടുന്നത്. അതിൻ്റെ ഇടയിലാണ് ഇന്ത്യയുടെ തോളെ കയറാൻ വരുന്നത്. ഇപ്പം എങ്ങനെയെങ്കിലും ഉണ്ടോ മാത്രമോ ഇപ്പോൾ ഇല്ല, ഈ US ഇറാൻ യുദ്ധം വന്നല്ലോ. ആ വന്നതോടുകൂടി വളരെ കഷ്ടത്തിലായി പാകിസ്ഥാൻ. വളരെയധികം അവിടെ അത്ര സാമ്പത്തികമായിട്ട് ഉള്ള ഗുരുതരമായ സാമ്പത്തിക പരാധീനതയാണ് പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അങ്ങനെയും വന്നിട്ടുണ്ട്. അതൊക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് കരകയറാനാണ് യഥാർത്ഥത്തിൽ വലിയ ആളുടെ റോളിൽ ഇപ്പം നിർത്തിക്കളയും. ഇപ്പം ശരിയാക്കി തരാമെന്ന് പണ്ട് കുതിരോട്ടമ്പ് പറഞ്ഞല്ലോ, അതുപോലെ പറഞ്ഞുകൊണ്ടാണ് ഇറാനും US തമ്മിലുള്ള യുദ്ധം നിർത്തുന്നതിന് യഥാർത്ഥത്തിൽ മീഡിയേഷൻ നടത്തിയത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി. എന്നിട്ട് എന്തായി ഉണ്ടായെന്നുള്ളത് നമുക്കറിയാം. അതിങ്ങനെ കിടക്കുന്നു, അത്രയേ ഉള്ളൂ ഇപ്പോഴും. അതിൻ്റെ അപ്പോൾ ആ സ്ഥിതി വളരെ ഗുരുതരമാണ്. അന്നേരമാണ് ഇതേപോലുള്ള ആർബിട്രേഷൻ ഇതിൽ നിന്ന് ഊരിപ്പോകാൻ വേണ്ടിയാണ് ഈ ആർബിട്രേഷന് ശ്രമിച്ചത്. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, ഒന്നുമില്ല. അവർക്കൊന്നും കിട്ടത്തില്ല. എളിപ്പരായിട്ടും മടങ്ങാമെന്നുള്ള അല്ലാതെ ഒന്നുമില്ല. ഇൻ്റർനാഷണൽ ആർബിട്രേഷൻ ഈ കാര്യത്തിൽ ഇന്ത്യ അതിനോടൊപ്പം നിൽക്കുന്നില്ല. ഇങ്ങനെ പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന് പറയുന്ന ഒരെണ്ണത്തിലേക്ക് അവർക്ക് അധികാരം ഇല്ല ഇത് നടത്താനെന്നും അവരുടെ ആ ഡിഗ്രി അവർ കൊടുക്കുന്നതിന് അവാർഡിന് യാതൊരു വിലയും ഇന്ത്യ കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നടക്കുള്ളൂ. അത് നടപ്പാക്കിയെടുക്കാൻ ഉള്ള ഇൻ്റർനാഷണൽ ഏജൻസി ഒന്നും വേറെ നിലവിലൊന്നുമില്ല. എളുപ്പമുള്ള കാര്യമല്ല. ഈ ഇന്ത്യയും കൂടെ സമ്മതിച്ചാൽ മാത്രമേ അതിന് വിലയുള്ളൂ. പക്ഷേ ഇന്ത്യ അതിൽ സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല. ഈ വിഷയം പാകിസ്ഥാൻ ആദ്യം അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഉന്നയിക്കാൻ ശ്രമിച്ചു. ഒരുപാട് രാജ്യങ്ങളെടുത്ത് അവലാതിയൊക്കെ പറഞ്ഞു, ഇന്ത്യ ഇങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ഞങ്ങളുടെ രാജ്യത്ത് വെള്ളം കിട്ടുന്നില്ല, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. UN തന്നെ മനുഷ്യാവകാശ വിഭാഗത്തിൽ പരാതിപ്പെട്ടു. അതായത് ഇന്ത്യ കാണിക്കുന്നത് വളരെ വലിയ മനുഷ്യാവകാശ ലംഘനമാണ്. അവിടെ ജനങ്ങളുടെ കുടിവെള്ളം തടയുകയാണ്. അപ്പോൾ ജനങ്ങൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവർക്ക് നിഷേധിക്കപ്പെടുന്നു. പാകിസ്ഥാനിലെ ജനങ്ങളായതുകൊണ്ടെന്ന ഉള്ള ഒരു രീതിയിൽ ഉള്ള ഒരു പരാതിയായിട്ട് മുമ്പോട്ട് പോയി. പക്ഷേ അതൊന്നും ഫലപ്രാപ്തിയിലെത്തിയില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? അതിലും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവന്മാരാണ് അവസാനം കരഞ്ഞുകൊണ്ട് ചെല്ലുന്നത്. അതായത് ഇന്ത്യയിലേക്ക് അവിടുന്ന് നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റിവിട്ട്, അവിടുത്തെ ഭീകരവാദികളെ കയറ്റിവിട്ട് ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ തോയ്ബ തുടങ്ങിയ അതിഭീകര സംഘടനകൾക്ക് അവർക്ക് വേണ്ട സഹായവും ഒത്താശയും കിടക്കാടവും എല്ലാ സൗകര്യവും കൊടുത്ത് അവിടുന്ന് തള്ളി ഇങ്ങോട്ട് കയറ്റിവിട്ട്, ഇന്ത്യ കയറ്റിവിട്ടിട്ട് ഇവിടുത്തെ നിരപരാധികളെ കൊല്ലുക. അതായിരുന്നല്ലോ പഹൽഗാം അറ്റാക്കിൽ സംഭവിച്ചത്. 26 പേരെയാണ് ആ ഏപ്രിൽ മാസത്തിൽ അവരെ കൊലപ്പെടുത്തിയത്, 26 സിവിലിയൻസിനെ. അതിലും വലിയ മനുഷ്യാവകാശ ലംഘനം എന്താ ഉള്ളത്? ആളുകളെ വെടിവെച്ച് കൊന്ന് അവരുടെ രക്തം ഒഴുക്കുന്നതിനേക്കാൾ ഒട്ടും അധികമല്ലല്ലോ ഇന്ത്യ വെള്ളം തടയുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് വ്യക്തമാക്കിയത് വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകത്തില്ല എന്ന്. വളരെ വലിയൊരു കാര്യമാണ്. ഇതേ സ്റ്റാൻഡ് തന്നെ ഇവരെടുത്തു. പാകിസ്ഥാന് ഇങ്ങനൊരു അന്താരാഷ്ട്ര കരാറിൻ്റെ പേരിൽ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുക. കാരണം ഇനി കൊടുക്കുന്ന പ്രശ്നമില്ല. കാരണം യവന്മാർക്ക് ഇതിനുള്ള അർഹതയില്ല. അതിൻ്റെ കാരണം ഈ രീതിയിലാണ് അവർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലെ ജനങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഉറക്കം കെടുത്തുന്നത്. എന്നിട്ട് അവന്മാർക്ക് വെള്ളം കിട്ടിയില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടക്കാം. ഇപ്പോൾ ഇതാണ് സംഭവിച്ചേക്കുന്നത്. അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷനിൽ പോയി PCA നിന്നും പോയിട്ട് പാകിസ്ഥാൻ്റെ ഒരു പ്രയോജനവും കിട്ടാൻ പോകുന്നില്ല. കാരണം UN ഒന്നും ഇതിനകത്ത് ഈ കാര്യത്തിൽ ഇടപെടത്തില്ല.
ഇത് ഇങ്ങനൊരു ഒരു 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 സംഭവം, അതായത് ഇപ്പോൾ ഇന്ത്യയുടെ താല്പര്യത്തിനെതിരായിട്ട് ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇന്ത്യയുടെ താല്പര്യത്തിനെതിരാണ് അവന്മാർക്ക് വെള്ളം കൊടുക്കുന്നത്. അവർ ഏതായാലും ഇത്രത്തോളം ഉപദ്രവം ഉണ്ടാക്കുന്നവർ വെള്ളം കുടിക്കണ്ടെന്ന് വിചാരിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വെള്ളവും രക്തവും ഒരുമിച്ച് ഒഴുകില്ല എന്നുള്ള ഇന്ത്യയുടെ ആ പ്രിൻസിപ്പിളുണ്ടല്ലോ, വളരെ ശരിയായ ഒരു തത്വം തന്നെയാണ്. ആ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകട്ടെ. നമുക്ക് അതെന്തായാലും ഇനി കാത്തിരുന്ന് കാണാം. പക്ഷേ PCAയുടെ അവാർഡ് കിട്ടിയാൽ പോലും അതിന് യാതൊരു നിയമപ്രാബല്യമോ വിലയില്ല, ഒന്നുമില്ല.